പി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം ദർബാർ ഹാളിലാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് ആദരം സമർപ്പിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി കൂടിയായ പി എസ് അച്യുതാനന്ദൻ പോലീസ് ആദരവ് നൽകിയിരിക്കുന്നു. അവിടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുണ്ട്, ജനങ്ങളുണ്ട്, ജനസാഗരമാണുള്ളത്. അവർക്ക് ഏറ്റവും ഒടുവിലായി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ കാണാനുള്ള അവസരമുണ്ടാകും. ഇന്ന് ഉച്ചയോടെ ആലപ്പുഴയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. വിലാപയാത്രയായാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. കേരളം കാണുന്ന ഏറ്റവും വലിയൊരു വിലാപയാത്രയായി ഈ യാത്ര മാറും എന്നുള്ളതിലും തർക്കമില്ല. രാത്രിയോടെ ആലപ്പുഴയിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്കറിയില്ല. കാരണം പോകുന്ന ഇടങ്ങളിലെല്ലാം കാത്തു നിൽക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനുള്ള സൗകര്യമുണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പാർട്ടി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആലപ്പുഴയിലേക്ക് മൃതദേഹം എത്തിച്ചേരുമോ എന്നുള്ളത് അറിയില്ല. നാളെയാണ് സംസ്കാരം. നാളെ വൈകിട്ട് സംസ്കാരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലുണ്ടാകും പൊതുദർശനം. പിന്നീടാണ് വലിയ ചുടുകാട്ടിൽ സംസ്കാരം. ഹാഷ്മി താജ് ഇബ്രാഹിം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്ന് പുതിയ വിശദാംശങ്ങളുമായി. ഹാഷ്മി, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? പോലീസ് ആദരം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അല്പസമയം മുൻപ് കണ്ടത്. അത് തന്നെയാണ്. ദർബാർ ഹാളിൽ പൊതുദർശനം തുടങ്ങിയിരിക്കുന്നു, പുരോഗമിക്കുകയാണ്. നമുക്കിവിടെ പുറത്തു നിൽക്കുമ്പോൾ ഇങ്ങനെ ദൂരെയുള്ള നീളമുള്ള ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു വരി ക്യൂ ആയി കൃത്യം ബാരിക്കേഡൊക്കെ വെച്ച് കൃത്യമായി നിയന്ത്രണത്തോടു കൂടിയാണ് ഇവിടുത്തെ VS ഒരു നോക്ക് കാണാനുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. അകത്ത് വലിയ റഷ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതിൽ പോലീസ് കൃത്യമായി തന്നെ നോക്കുന്നുണ്ട്. അതിന് പ്രകാരം വളരെ കൃത്യമായി തന്നെ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അകത്തും പുറത്തുമൊക്കെയുള്ള കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരണങ്ങൾ തുടങ്ങിയിരുന്നു. ആ ക്രമീകരണ പ്രകാരമുള്ള ആളുകൾ ഇങ്ങനെ നിന്ന് VSനെ കാണാൻ വേണ്ടി എന്തായാലും ഈ ക്യൂ മുന്നോട്ടേക്ക് അധിക വേഗതയിൽ നീങ്ങുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ അത് അവിടെ പൊതുദർശനം തുടങ്ങിയിട്ടേ ഉള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അവിടെയുണ്ട്. പോലീസിന്റെ ആദരം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. നേരത്തെ അനുജ പറഞ്ഞതുപോലെ ഇത് VS ആണ്, മറ്റൊരു നേതാവല്ല, VS ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് സമയക്ലിപ്തത പാലിക്കാൻ കഴിയുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സംശയമാണ്. 9 മണിക്ക് ഇങ്ങോട്ടേക്ക് പൊതുദർശനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ 8:30 കഴിയുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. എല്ലാ നേതാക്കളും എല്ലാ മന്ത്രിമാരും ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. പക്ഷേ 9 മണി കഴിഞ്ഞു. കാര്യം 9 മണിക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും പൂർണ്ണമായിരുന്നെങ്കിൽ തന്നെയും VS എന്ന രാഷ്ട്രീയ നേതാവിനെ കാണാൻ പാതക്കിരുവശത്തും കൂടിയ 100 ആളുകൾ മുഷ്ടിയുടെ അഭിവാദ്യങ്ങൾക്കിടയിൽ കൂടി ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും 9 മണി കഴിഞ്ഞിരുന്നു. എന്തായാലും ഇവിടെ ഈ ക്യൂ ഇങ്ങനെ നീണ്ട് ദർബാർ ഹാളിന്റെ 1-ാം വാതിലിൽ നിന്നും ഇതിങ്ങനെ നീണ്ട് അങ്ങ് റോഡ് വരെ നീണ്ടു നിൽക്കുന്നു. റോഡിൽ നിന്ന് പിന്നെയും ക്യൂ സെക്രട്ടേറിയറ്റിന്റെ ആ മതിലുകളോട് ചേർന്ന് അങ്ങനെ നിന്ന് ഒരുപക്ഷെ അങ്ങറ്റത്ത് വരെ നമുക്ക് ഒരുപക്ഷെ കണ്ണത്താ ദൂരത്ത് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ക്യൂ അങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. VS എന്ന് പറയുന്ന നേതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കേരളം ഒന്നാകെ ദർബാർ ഹാളിലേക്കും ഈ യാത്ര പോകുന്ന വഴികളിലേക്കൊക്കെ തടിച്ചുകൂടുക ഒഴുകിയെത്തുമെന്ന തർക്കം വേണ്ട. അനുജ കാര്യം അതുപോലെ ഒരു നേതാവാണ്. കണ്ണേകരളെ VSയെ ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവെ എന്ന് പ്രവർത്തകർ ആരാധകർ വിളിക്കുന്നത്